6 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈമാൻ, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ സജീവമാക്കണം, അമലുകളെ കൊണ്ട് മുന്നേറണം എന്ന് പറഞ്ഞ 6 എണ്ണങ്ങളിൽ ലഭിതങ്ങൾ അദ്ദജ്ജാൽ ഒന്ന് പറഞ്ഞത്, അവസാനം പറഞ്ഞത് ദജ്ജാലാണ്. ഖിയാമത്ത് നാളടക്കം 6 കാര്യങ്ങളെ ലഭിതങ്ങൾ പറഞ്ഞു. മരണം, അസുഖങ്ങള്, ദാരിദ്ര്യം, ഇതെല്ലാം വരുന്നതിന് മുമ്പ് നിങ്ങൾ അമല് കൊണ്ട് മുന്നേറണം. മസീഹു ദജ്ജാൽ എന്ന് പറയുന്നത് മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅതി ഖൽഖുൻ അക്ബറ മിനദ് ദജ്ജാൽ. മസീഹു ദജ്ജാലിനോളം പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണവുമായി വരുന്ന ഒരു പരീക്ഷണവും ഒരു ഫിത്നയും ഈ ഉമ്മത്തിന് കാണാനില്ല. അത്രമേൽ വലിയ ഫിത്നയായിരിക്കും. മസീഹു ദജ്ജാൽ വന്നാൽ ആളുകൾക്ക് അമല് ചെയ്യാൻ പോലും നേരം ഉണ്ടാവില്ല എന്നാണ് പേടിച്ചിട്ട്. ചർച്ചകൾ മുഴുവനും അതായിരിക്കും, വർത്തമാനങ്ങൾ മുഴുവനും അതായിരിക്കും. കാരണം അവന് ഫാസ്റ്റായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം അല്ലാഹു തആല കൊടുക്കും. അവനൊരു പരീക്ഷണമാണ്. ലോകത്ത് മാജിക്കുകൾ കാണിക്കുമ്പോൾ പടച്ചോനാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ദൈവമേ എന്ന് വിളിക്കും. ചില ആളുകൾ ചില ട്രിക്കുകൾ കാണിക്കുമ്പോൾ, ഇല്യൂഷൻ, ബ്ലാക്ക് മാജിക് കാണിക്കുക, അതാണ് സിഹർ. അതിൻ്റെ വിഷയം വേറെ. അത്തരം ആളുകളെ ദൈവതുല്യം കാണുന്ന ആളുകൾ, എല്ലാ മതവിശ്വാസികളും പല മതങ്ങളിലുള്ള ആളുകൾ, മുസ്ലിമീങ്ങളും ഈമാൻ കുറഞ്ഞ ആളുകൾ അത്തരം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തിന്മകൾ വരെ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാൻ തൗഫീക്ക് ചെയ്യട്ടെ. അങ്ങനെ പറയാൻ പറ്റൂ. അല്ലാഹുവേതര പൈശാചിക ശക്തികളെ സമീപിക്കാൻ പടച്ചതമ്പുരാനിന് അള്ളാഹുവിൻ്റെ ദീനും റുഖിയ ശർഇയ്യയും വിശുദ്ധ ഖുർആനും ഒക്കെ ചികിത്സയുടെ മാർഗങ്ങളാണ്. അതൊക്കെ ഒഴിവാക്കിയിട്ട് മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്ന് ചികിത്സ തേടുന്നത് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു, അത് ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഉപദ്രവിക്കാൻ വേണ്ടി, ചില ഉപകാരങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. എന്നാൽ അറിയണം, ഇങ്ങനെയുള്ള അത്ഭുതങ്ങളുടെ വലിയൊരു അത്ഭുതമാണ് മസീഹു ദജ്ജാൽ എന്ന് പറയുന്ന ഫിത്ന, പരീക്ഷണമായി വരുന്ന മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യാൻ പോകുന്നത്. ആകാശത്തോട് മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് മഴ പെയ്യും. നമ്മൾ എന്ത് ചെയ്യും? കാണുന്ന ആളുകൾ വിശ്വസിക്കൂലേ? ജീവനുള്ള മനുഷ്യനും കൊന്നുകളയും, എന്നിട്ട് ജീവൻ കൊടുക്കും. ഒരു അറാബി വിളിച്ചിട്ട് പറയുമെന്നാണ്, അറാബി, നിന്റെ വാപ്പയെ ഉമ്മയെ ഞാൻ ജീവിപ്പിച്ചു തന്നാൽ നീ എന്നെ വിശ്വസിക്കുമോ? ഞാൻ അള്ളാഹുവാണെന്ന്, പടച്ചവനാണെന്ന്. ഇയാൾ പറയാം അതേ എന്ന് പറയും. പിശാച്ച് അവന്റെ വാപ്പയായിട്ട് പ്രത്യക്ഷപ്പെടും. നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിശാച്ച് വാപ്പയുടെ രൂപം പൂണ്ട് ഉമ്മയുടെ രൂപം പൂണ്ട് 2 പിശാച്ചുകൾ നിൽക്കും. അവര് പറയും, മോനെ ഇത് പടച്ചോനാണ് കേട്ടോ എന്ന് ഈ വാപ്പയും ഉമ്മയും അവനോട് പറയും. അങ്ങനെ ഈമാനില്ലാത്ത ഈ മനുഷ്യൻ, ദുർബലനായ മനുഷ്യൻ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.